എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തില്ലേ എന്നുള്ളൊരു കാര്യം. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഓരോരോ സെറ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണം, ഓരോരോ കവറിലാക്കിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാഡിൽ ക്ലോത്ത് എന്നൊക്കെ പറയും. അത് ആ സംഭവങ്ങളും പിന്നെ പണ്ടൊന്നും ഇതിനിങ്ങനത്തെ പേരൊന്നും ഉണ്ടായില്ലെന്നാണ് പറയാൻ പെട്ടെന്ന് ടർക്കി എന്ന് പറയും. പിന്നെ തോർത്ത്, പിന്നെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ് അല്ലെ. അപ്പോ ഇന്ന് മെയിൻ ആയിട്ടുള്ള സംഭവം ചെയ്യാൻ പോണേ എന്താണ് എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തില്ലേ എന്നുള്ളൊരു കാര്യം. അപ്പൊ നമുക്ക് ഇനി ഇവരെല്ലാം ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ ഉണ്ടാവും, എനിക്ക് ഇതിങ്ങനെ ഉണ്ടാവാൻ പറ്റും. അപ്പൊ നമുക്ക് വിരലിൽ ഉണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ബേബി വരാനായിട്ട്. അതെ. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം ഇങ്ങനെ അവിടെ നിന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. എല്ലാം കറക്റ്റ് ഒരു ബാഗിലാക്കി അങ്ങനെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇനി അത് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് ഓടി പോണേന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിലോ. എല്ലാവരും മാറി മറിച്ച് വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ് വീഡിയോ എടുക്കട്ടാ, എടുത്തോട്ടാ, ഇനി എപ്പോഴാണ് ഇനി ആ സമയത്ത് ഓടുന്ന സമയത്ത് നിങ്ങൾ എടുത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് കാര്യമില്ലട്ടാ, എടുക്കണമെങ്കിൽ എടുത്തോ എല്ലാ സമയത്ത്. പിന്നെ ഈ സമയത്താന്ന് പറയാൻ പറ്റില്ല, ഇനി പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയാവൂല അല്ലെ. അപ്പൊ ഞാനിങ്ങനെ പറയാം വീഡിയോ എടുക്കാനുള്ളതാണോ, അവിടെ വെക്കണം ഇവിടെ വെക്കണം, എല്ലാം എടുത്ത് താഴേക്ക് ഉണ്ടാവും, എല്ലാം നമ്മൾ കാണുന്നിടത്ത് വെക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും അയ്യോ അത് വീഡിയോ എടുക്കാനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെക്കും. അപ്പൊ എന്തായാലും ഇന്ന് അതങ്ങോട്ട് ചെയ്തേക്കാന്ന് കരുതി. ഇനിയിപ്പൊ എപ്പോഴാണ് പോകേണ്ടി വേണ്ടി നമുക്ക് അറിഞ്ഞോളാം, ഏത് നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളോട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിതൊക്കെ നേരത്തെ കൂട്ടി വെക്കുമല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്തേക്കണേ. എല്ലാവരും ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പാക്ക് ചെയ്ത് വെക്കും. നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് പാക്കൊന്നും ചെയ്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്കത് അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നമ്മുടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണാണ് കേട്ടാ. ഇത്തിരിയുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഞാനിങ്ങനെ ചോദിച്ച് നമുക്ക് പിന്നെ ഹോസ്പിറ്റൽ അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ, ഓരോ ഹോസ്പിറ്റലിലും ഓരോ രീതി ആയിരിക്കുമല്ലോ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ വെച്ചാൽ എല്ലായിടത്തും വ്യത്യസ്തമാണല്ലേ. അവിടെ പിന്നെയും അവര് കൂടുതലും അവരുടേതായ കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെയാണ് എടുക്കണം. നമ്മൾ സാധാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ പോലെ വേണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങളെല്ലാം കരുതിയിട്ടുണ്ട്. പിന്നെ എന്നാലും നമ്മളെ അമ്മമാർക്കും എല്ലാവർക്കും ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അത് കൊണ്ടുപോയി അവരവിടെ എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അത്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വേണ്ടുന്നതും കുറച്ച് വേണ്ടാത്തതൊക്കെ എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. എന്തായാലും നമ്മൾ എടുത്തേക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. വരുമ്പോ തന്നെ പറയണോട്ടോ, ഇന്നല്ലെങ്കിൽ നാളായിട്ടൊക്കെ വീഡിയോ വീഴും. അപ്പൊ എന്തായാലും എല്ലാരും പറഞ്ഞാ മതി. അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് പോയല്ല, നമുക്കപ്പൊ കാണിച്ചു തരാം എല്ലാ സാധനങ്ങളും. ഞങ്ങൾ വീഡിയോ തുടങ്ങിയിട്ടാ. അവർക്ക് ഇവിടെ വന്നപ്പോ അതെ ഇങ്ങനെ കുറച്ച് ബാഗ്, അവിടെ ഒരു ബാഗ്, അവിടെ എന്തോ സാധനമൊക്കെ ഇട്ടിരിക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ മൂത്തോട് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു, എന്താണ് എടുക്കേണ്ടത് എന്ത് പറയണം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ നിന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗിലെല്ലാം സാധനങ്ങളും ആക്കി വെച്ചിട്ട് ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇവിടെ കുറച്ച് നാളൊക്കെ ഇരിക്കണ്ടേ അല്ലേ. അതെ, അത് നമുക്ക് കുറച്ച് അല്ലാത്ത ഷോർട്സും ഒക്കെ വീഡിയോസ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോകണല്ലോ, അവിടെ നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് പിന്നെ വീട്ടിൽ വന്നിട്ടല്ലേ നമുക്ക് ആവശ്യങ്ങളുള്ളൂ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേന്. അപ്പൊ എന്തായാലും നമുക്കിനി ഹോസ്പിറ്റൽ ബാഗ് കാണിച്ചു തുടങ്ങാല്ലേ. നമ്മള് ഇതില് ചിലപ്പോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതില് ഇനി കൂടുതലായി പോയിട്ടുണ്ടാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് അടിക്കട്ടെ. ഇങ്ങനെ ഒരു ചിരി വരും. ആ സംഭവം എന്ന് വെച്ചാല് നല്ല സന്തോഷമായ ദിവസങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പോഴും പറഞ്ഞ പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് വലിച്ചു കിട്ടല്ലേ, ഇനിയിപ്പോ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം അല്ലെ. സിപ്പൊക്കെ കണ്ടുപിടിക്കാൻ പോണുള്ളൂ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മ ഈ ബാഗാണ് നമുക്ക് കൊണ്ടുപോണത് അല്ലേ. 2 ബാഗാണ് കൊണ്ടുപോണത്. ഈ ബാഗ് നന്ദു പോയപ്പോ തന്നെ ഒരെണ്ണം 3 ബാഗില് ഒരു ബാഗ് ഇവിടെ ബേബി ഹോസ്പിറ്റലിൽ ആണെന്ന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോകണം വെച്ചേക്കണം. അതുകൊണ്ട് ഈ ബാഗില് നമ്മള് നമ്മുടെ ബേബിയുടെ ഡ്രസ്സും കാര്യങ്ങളും എന്റെ എല്ലാം നമ്മൾ ഇതിന്റെ അകത്താണ് വെച്ചേക്കണത് കേട്ടാ. പിന്നെ നിങ്ങൾ ആ ബാഗ് കണ്ട ഞെട്ടിപ്പോവും. ശരിക്കും അതിന്റെ അകത്താണ് ബേബിയുടെ ബാഗ് ഡ്രസ് ഒന്നായിരിക്കും നിങ്ങൾ ഓർക്കണത് എല്ലാവരും കാണുമ്പോഴേ. പക്ഷെ അതിലൊന്നുമില്ല, അതിലെ കാണുമ്പോഴാണ് അവിടെ കയറ്റാൻ പോലും മറ്റേ സാധനങ്ങൾക്കാണ് ഞെട്ടിപ്പോവും.
അപ്പൊ എന്തായാലും നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാമല്ലോ ഇതൊക്കെ ആകുമ്പോഴേ എന്നുള്ള രീതിയിലാണ് 2 സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പൊ ആദ്യം ഞാൻ ബേബിയുടെ കാണിക്കാം അല്ലേ? അത് മതി, നിന്റെ കാണിക്കണ്ട, നിന്റെ പിന്നെ കാണിക്കാം. അപ്പൊ എന്തായാലും ഇതിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ അതെ, ഇവിടെ അമ്മയുടെ ഇവിടെ കൊച്ചിന്റെ മോനായാലും മോളായാലും മോളായാലും എല്ലാവരും കമന്റ് ബോക്സിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉറപ്പിച്ച് പറയണില്ല കേട്ടോ. എല്ലാരും പറയുന്നുണ്ട് 2 ഇയാളല്ലെങ്കിൽ പോയിന്ന്. എന്തായാലും കുഴപ്പമില്ല, ഇത് സാരസും കൂടെ ഉള്ളൂ, നമുക്കറിയാം. എന്തായാലും ഞങ്ങൾ ഹാപ്പി, നിങ്ങള് ഹാപ്പി ആയിരിക്കും, എല്ലാരും ഹാപ്പി ആയിരിക്കില്ല. നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടെ ഒരു വാഹനം കിട്ടിയാൽ മതി എന്നല്ലേ. അതെ, അപ്പൊ എല്ലാരും പ്രാർത്ഥന പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പോവാം. അപ്പൊ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഓരോരോ സെറ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കണം, ഓരോരോ കവറിലാക്കിയിട്ട്. അപ്പൊ എല്ലാം ഞാൻ നിവർത്തി കാണിക്കണില്ല ഒന്നും, എല്ലാം ഇങ്ങനെ തന്നെ വെച്ചേക്കാണല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു പോവാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബിയുടെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ അവിടെ ഫുൾ AC ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തണുപ്പായിരിക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റോംബറുകൾ മാത്രം ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ മാത്രം. പിന്നെ നമുക്ക് അഥവാ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വെച്ചേക്കുന്നത്. അപ്പൊ അത് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സെറ്റിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നത് ലിറ്റിൽ ബ്ലംസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ Instagram ID കൊടുത്തേക്കാം. നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും അല്ലേ? അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എല്ലാരും പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മള് ബേബി വരുമ്പോ തന്നെ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ നല്ലത് നോക്കിയെടുക്കണം. ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് കഴുകി തേച്ചെടുത്ത് വെച്ചതാക്കണം കേട്ടോ എല്ലാവരും. അപ്പം അതാണ് അങ്ങനത്തെ 2 ഡ്രസ്സുകൾ നമ്മൾ ഒരു സെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പൊതിഞ്ഞൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാഡിൽ ക്ലോത്ത് എന്നൊക്കെ പറയുമത്, ആ സംഭവങ്ങളും. പിന്നെ പണ്ടൊന്നും ഇതിനിങ്ങനത്തെ പേരൊന്നും ഉണ്ടായില്ലെന്ന് പറയാൻ പെട്ടെന്ന് ടർക്കി എന്ന് പറയും. ഇതിപ്പോ ഒരേ പേരുകളും വന്ന് ഓരോ പുതിയ സാധനങ്ങളും വന്ന് നമ്മളെയും കൂടുതൽ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ അമ്മമാരെയൊക്കെ കാണുമ്പോഴാണ് എന്തൊക്കെ സാധനങ്ങളാണ്. അവര് പണ്ടൊരു വെള്ളത്തുണിയായിട്ട് പോകും, അങ്ങനെയാണ് അവര് പറയണത് തമാശയൊക്കെ. ശരിയാണ്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒരേ ദിവസത്തിന്റെ ഒരേ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. ലോകം പുരോഗമിച്ചോണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ടർക്കി എന്നുള്ളത് എന്താണ് സ്റ്റാഡിൽ ക്ലോത്ത് എന്നാവും. എന്താ പറയാ. പിന്നെ എന്താണ് ബർത്തിങ് ക്ലോത്ത്, അങ്ങനെ നമുക്ക് ടവല്, അതൊക്കെ പണ്ടത്തെ പേരുകളൊക്കെ എല്ലാം മാറി. അപ്പൊ ആ സാധനങ്ങളെല്ലാനുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇങ്ങനെ മസ്ലിന്റെ ഒരു ക്ലോത്ത് വന്നതാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ക്ലോത്ത് വന്ന, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഇത് വേണ്ടാന്നാണ് എൻ്റെ ഒരു അറിവ്, ഡ്രൈ ഷീറ്റ്. വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ വേണം, വീട്ടിൽ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ അവിടെ എന്തായാലും വേണ്ടി വരൂല, അവരെടുക്കൂല എന്നാണ്. അത് അവരെ എന്തെങ്കിലും കേട്ടിട്ട് അതിനും കൂടി ബില്ലടിക്കണല്ലോ. അതെ. അടുത്തത് പിന്നെ കുറച്ച് ക്യാപ്സ്, മിറ്റൻസ് സംഭവങ്ങളൊക്കെയാണ്, കയ്യിലിടുന്നതും ഇത് തലയിലിടുന്നതും ഒക്കെ. പക്ഷെ അതും അവരിടിക്കുമെന്ന് അറിയും. പിന്നെ അന്നേരത്തൊന്നും ഇല്ലാണ്ടിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ചേക്കണത് കേട്ടാ. നമുക്ക് അന്നേരത്ത് പിന്നെ ഓടി നടക്കണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതാണ് ബ്ലാങ്കറ്റുകള്, പിന്നെ ടർക്കി അങ്ങനെ പറയാ. ഇത് റിസീവിങ് ബ്ലാങ്കറ്റ്, അങ്ങനെ ഓരോന്നും ഒരു 3-4 ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ കട്ടിയുള്ളത്, കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞത്, അങ്ങനെയുള്ള രീതിയിൽ എല്ലാം തരംതിരിച്ച് വെച്ചേക്കാണ്. ഇത് ചിലപ്പോൾ ഉപകാരപ്പെടും. ഇത് ഉപകാരപ്പെടും. ഇതെന്തായാലും വേണ്ടതാണ് നമുക്ക് അവിടെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണമല്ലോ തണുപ്പാകുമ്പോഴും. അപ്പം അവിടെ നിന്ന് നമുക്ക് ബേബിനെ തരുമ്പോഴേക്കും അവിടത്തെ അവരുടെ ബ്ലാങ്കറ്റിലൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷെ അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ കാണുകയോ വെച്ചേക്കണേന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് തന്നോട്ടാണ്, ഇത് മേലത്തെ എടുത്തിട്ട് തന്നോട്ട്, അതാണ് മേലത്തെ വെച്ചേക്കണത് വൈറ്റ് കളറിലൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതാണ് അങ്ങനത്തെ സെറ്റ്. ബേബിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത്രയും തന്നെ ഉള്ളൂ കേട്ടാ നമ്മൾ എടുത്തു വെച്ചേക്കണത്. ഇനി ഇതിൽ കൂടുതൽ വേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിലുണ്ട്. പിന്നെ അല്ലറിൽ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മളിങ്ങനെ എടുത്ത് വെച്ചേക്കണതാണ്. ഡ്രസ്സൊന്നും ഇനി നമുക്ക് അന്നേരത്തെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ സ്റ്റോറും ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. പിന്നെ പുറത്തുനിന്നാണെങ്കിലും നമുക്ക് മേടിക്കാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. എല്ലാത്തിനും ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഓപ്ഷൻ ഉള്ളത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതെല്ലാം കഴുകിയെടുത്ത് ഫ്രഷ് ആക്കി എടുത്ത് വെച്ചേക്കണത്. അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു സെറ്റ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി എന്റെയിലേക്ക് മുമ്പോഴത്തേക്കും
എന്റെ ഒരു അമ്മയുടെയും കൊച്ചിന്റെയും അപ്പുറം ഇപ്പുറം വെച്ചേക്കുന്നു. അതെ. അച്ഛൻ പുറത്ത്. എന്താ ശരിക്കും അച്ഛന്റെ പാക്ക് ചെയ്തിട്ടില്ലട്ടോ. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വെക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സെറ്റ് ചെയ്തോളതൊക്കെ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കോട്ടെ. പിന്നെ ഇത് അവിടെ ഒട്ടും ആവശ്യമില്ലാത്ത സാധനമുള്ളത് എന്തായിരിക്കും പറയാമോ നിങ്ങള്? ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. തുണി വെള്ള തുണികളാണ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ഇത് എനിക്ക് പറഞ്ഞൂടെ സത്യത്തിൽ ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മള് ഡയപ്പറിന് പകരം യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഡയപ്പർ മാത്രമേ യൂസ് ചെയ്യിപ്പിക്കുള്ളൂ അവരോടാ. അപ്പൊ എന്നാലും നമ്മൾ എടുത്ത് വെച്ചേക്കണം. ഒരു സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ. ഇതില്ലാണ്ട് ഞാൻ നിർബന്ധിച്ച് വെച്ച് ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇത് അന്നേരത്ത് വല്ല ആവശ്യം വന്നാലാ. പിന്നെ ഇതെന്ന് പറയണത് ഒരു ഓപ്പൺ നൈറ്റി ആണ് കേട്ടോ. ഓപ്പൺ നൈറ്റി 2 സത്യത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ നൈറ്റി ഒന്നും അവിടെ ഇടിക്കുകയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരെണ്ണം മാറ്റി. ഇനി അഥവാ ഇങ്ങനെ ഇടേണ്ടി വന്നാൽ അവരുടെ അവരുടെ ഡ്രസ്സെല്ലാം ഇടിപ്പിക്കുള്ളൂ എന്നാ അങ്ങനെയാണ് വിചാരിക്കണത്. കഴിഞ്ഞവരൊക്കെ പറയുന്നത് ഒരു അണ്ടർസ്കേർട്ടും വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കണ്ടറിയാം. ഇനിയിപ്പോ അടുത്തെന്ന് വെച്ചാൽ തോർത്തും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇതെന്റെ ഇന്നറുകളെല്ലാനും നമ്മൾ അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തോർത്ത്, പിന്നെ ഒരു ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റും അവിടെ വേണ്ട. പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓൾറെഡി സർജറിക്ക് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ല. അപ്പൊ നമുക്കറിയാം ഇതൊന്നും നമുക്ക് വേണ്ടി വന്നില്ലായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്തിരുന്ന് ഇതൊന്നും വേണ്ടി വന്നില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് കഴുകി എല്ലാം എടുത്ത് വെച്ചേക്കണതാണ്. അപ്പൊ അതെടുത്ത് ഉണ്ടായിക്കാം. നമുക്ക് എന്തായാലും ബാഗിൽ സ്ഥലമുണ്ട്. ഇനി സ്ഥലമുണ്ട് വെക്കാനായിട്ട്. പിന്നെ ഇതെന്റെ 2-3 ഡ്രസ്സുകള്. ഇതെല്ലാരും മറ്റേ ഫീഡിങ്ങിന്റെ ടൈപ്പ് ഉള്ളതില്ലേ, അങ്ങനത്തെ ഡ്രസ്സുകൾ ഇതിട്ടുണ്ട് വരാനും. അത് വരുമ്പിടാൻ മാത്രം പറ്റും, അല്ലാണ്ട് പ്രതീക്ഷിക്കണ്ട പറ്റൊന്നുമില്ല. പിന്നെ എല്ലാരും പറഞ്ഞു നമുക്കിപ്പോ ഇങ്ങനെ ചിലപ്പോ പെട്ടെന്നൊക്കെ നമുക്ക് ഡ്രസ്സ് മാറേണ്ടി വരും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടാ. പിന്നെ നമ്മള് കുറെ സാധനങ്ങളൊന്നും വലിച്ചായിട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനത്തേക്കാ. അപ്പൊ ഇനി ഇത് മാറ്റട്ടെ നമ്മള്. നോക്കി അടുത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത ബാസ്കറ്റ് തുറക്കാൻ വേണ്ടി. ഇത് ശരിക്കും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നാണ്. പക്ഷെ തയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകണത്. അപ്പൊ എന്തായാലും ബാസ്കറ്റ് എടുത്തേക്കാൻ. അപ്പൊ ഇതിന്റെ ഉള്ളില് സാധനങ്ങളെല്ലാം വെറുതെ വെച്ചേക്കുന്നത് അമ്മയുണ്ടാ. ഗ്ലാസ്, പ്ലേറ്റ്, പിന്നെ എന്താണ് കപ്പ്, ആ വക സാധനങ്ങള്, പിന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു ഡെറ്റോളിന്റെ ഒരു സംഭവം. അതും അവിടെ ആവശ്യമില്ല. അല്ല ഇത് ഒന്ന് യൂസ് ചെയ്യാനായിട്ടല്ല കേട്ടത്, മറ്റേ ഡിസ്ഇൻഫെക്റ്റന്റ് സ്പ്രേ ആണ്. അപ്പൊ ഞാൻ കണ്ടപ്പോ വെറുതെ പറഞ്ഞു. ഇതിവിടെ നന്ദു പോണ സമയത്ത് മേടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് കൂടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പൊ നമ്മള് പാത്രമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അടിക്കാറ്. ഞാൻ യൂസ് ചെയ്യുന്ന ദൈവത്തിനറിയാം ഇതൊക്കെ എങ്ങനെയാവും. പിന്നെ അതേ കുറച്ച് കവറുകൾ, എന്തെങ്കിലും നമ്മുടെ മാറുന്ന ഡ്രസ്സും ഒക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് കവറ്. പിന്നെ അത് ന്യൂസ് പേപ്പർ വെച്ചിട്ടില്ല. പിന്നെ എന്താണ് ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, വെളിച്ചെണ്ണ, കത്രിക. എന്നാലും ഒരു സന്തോഷത്തിന് വെക്കട്ടെ എന്ന് പറഞ്ഞത്. ഫ്ലാസ്ക് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുമായിരിക്കും. ചായ മേടിക്കാം. ചായ മേടിക്കാം. പിന്നെ ചൂടുവെള്ളം അതൊക്കെ മേടിക്കാം. പിന്നെ പാമ്പേഴ്സ് നമ്മൾ ഈ ഒരു പാക്കറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ. ഇത് വേണ്ടി വരുമോ ഇല്ലയോ എനിക്കറിയാം. എന്തായാലും വേണ്ടി വരും. അല്ല ഇനി വേണ്ടി വരും. അപ്പൊ അതങ്ങനെ. പിന്നെ ഇത് മെറ്റേണിറ്റി പാൻറ്റീസ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണം, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റേണിറ്റി പാഡുകളാണത്. അതൊരു സെറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ബേബി വൈപ്പ്, മറ്റേ വാട്ടർ വൈപ്സ് ഇല്ലേ, ആ സംഭവം അതാണ്. പിന്നെ നമ്മൾ ഈ ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ അകത്ത് ആകെ റാഷ് ക്രീം മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. ബാക്കി പിന്നെ മോയ്സ്ചറൈസറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. ഇതെന്തായാലും വേണ്ടി വരുമോ എന്ന് പറഞ്ഞ് അവർ ഡയപ്പർ വെക്കുമ്പോഴത്തേക്കും വേറെ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് പിന്നെ ഈ പാലട നമ്മുടെ ഗോകർണം എന്ന് പറയുന്ന സംഭവമില്ലേ, ഇത് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. മറ്റേ സിലിക്കണിൻ്റെയാണ്. ഇതും ആവശ്യം വരുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ മറ്റേ കൂടുതൽ പേരുമിട്ട് അങ്ങനെ കൊണ്ടുപോകാറില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് അതിനെപ്പറ്റി അറിയണ്ടാവില്ലല്ലോ. അപ്പൊ ബേബിക്ക് നമുക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുമെന്ന് ആദ്യത്തെ സമയത്തൊക്കെ. അപ്പൊ അതിനുള്ള സാധനം. പിന്നെ ഒരു സാധനം എടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എന്താണെന്ന് അറിയുന്നത് ഓർമ്മയുണ്ട്. പനി നോക്കണതാ. ഇത് പനി നോക്കണതും ഇത് മറ്റേത് അവിടെ നിന്ന് എടുത്തു തോന്നില്ലേ നീ? അത് ഇത് കഴിഞ്ഞ തവണ അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ വേണ്ടി വന്നാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു
പിഷ്ടത്തിനായിട്ട് തോന്നരുതിട്ടാ. ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മളവിടെ. അവിടെ ഞാനന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വെള്ളം കുടിക്കണതിന് അളവൊക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് യൂറിൻ പാസ് ചെയ്യണോ ഇതൊക്കെ വെറുതെ വെച്ചേക്കണേ, ഇതൊന്നും നടക്കൊന്നുമില്ല. അല്ല, ഇതിനൊക്കെ പൈസ മേടിക്കുമ്പോ അവിടെ നിന്ന് ഓരോന്നിനും കൊണ്ടുവെക്കുന്നത് അവരെന്ന് പറയാണ്ടിരുന്ന ഭാഗ്യം. അതെ, സത്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. ഇതൊക്കെ നമുക്ക് ആവശ്യം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ തോന്നുന്നു. ഇതൊന്നും ഒട്ടും യൂസ് ചെയ്യാത്ത സാധനമുണ്ട്. ഇതൊക്കെ തെർമോമീറ്റർ പൊട്ടിച്ചിട്ടില്ല. ഇത് അങ്ങനെ തന്നെ ഇരിക്കണേണ്. അതെ, ഇനിയുണ്ട് സാധനങ്ങൾ, ഇനിയൊന്നുമില്ല, കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ സാധനങ്ങൾ എന്തെങ്കിലും വെക്കുന്നത് ഒരു ഹെഡ് പോലെ ഒന്നും വേണ്ടിയില്ല, വെറുതെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മറ്റു സാധനമില്ലേ തലയിലിടുന്നത്, എന്റെ മേക്കപ്പ് മോയ്സ്ചറൈസർ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മള് ബാഗിലേക്ക് ആക്കിയിട്ടില്ല. അതെല്ലാം ഒരു ബാഗിൽ വെറുതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊരു ബാഗിൽ സെറ്റ് വെച്ചാൽ അതായിരിക്കും നല്ലത്. അതെ, അതായിരിക്കും നല്ലത്. പിന്നെ നമ്മളുടെ കൂടെ വന്നവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മയുടെയും പിന്നെ കണണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്. അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കൊച്ചു ബാഗിലുള്ളത്. അപ്പൊ അതെ, ഇനി അപ്പൊ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് കുറക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നൈസായിട്ടൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതെ, അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ കയറി ഒന്ന് കാണാം. വന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കുറെ പേര് പറയണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴൊക്കെ വീഡിയോ വന്നില്ലേ ചോദിക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇടുന്നുണ്ട്. മിക്കവാറും 1-2 ദിവസങ്ങളിലെ വീഡിയോ ഉണ്ട്. പക്ഷെ അതിലേക്ക് എത്തണമെന്നുള്ളൂ. നമുക്കറിയാം നമ്മുടെ ഇതിലോട്ട് വന്നില്ല നോട്ടിഫിക്കേഷൻ. അപ്പൊ പിന്നെ എല്ലാവർക്കും എത്തണുണ്ടാവൂല. അതെ, അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇനി വലിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.